ഹായ്. അപ്പോൾ ഈ സാധനം വേണ്ട, ഇതാണ് ഗ്രീക്ക് യോഗട്ട്. സംഭവം ഇത് ഗ്രീക്ക് യോഗട്ട് എന്ന് പേരുന്നത് ഇത് ഗ്രീക്കിൽ നിന്ന് ആണ് ഈ കമ്പനി ഇവിടെ ഇന്ത്യയിലോട്ട് മാർക്കറ്റ് ചെയ്തത്. ഓക്കെ, അതാണ് ഇത് ഗ്രീക്ക് യോഗട്ട് എന്ന് പേരുന്നത്. അതെ, ഇത് കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ല കട്ട മീശയൊക്കെ ആയതുകൊണ്ട് ഇത് ഇവിടെയൊക്കെ പറ്റുകയൊക്കെ ചെയ്യും. ഓക്കെ, മീശയില്ലാത്തവർക്കൊന്നും കുഴപ്പമില്ല, എന്നെപ്പോലെ മീശയുള്ള ആൾക്കാർക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണം. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര പ്രോട്ടീൻ അടങ്ങിയ സാധനം. അതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം പ്രോട്ടീൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല പറയണം, ഇത് നല്ല പ്യൂർ പ്രോട്ടീനാണ്. ഓക്കെ, അതുപോലെ ഇത് പ്ലെയിൻ യോഗട്ടാണ്. ഇതിലിപ്പം കുറേ ഫ്ലേവേഡ് വരുന്നുണ്ട്, ബ്ലൂബെറി അങ്ങനെ പല പല. പക്ഷെ അതിലൊക്കെ ഷുഗർ ആഡ് ആവും. പക്ഷെ ഇത് പ്ലെയിൻ ആണ്, ഇതിൽ ഷുഗർ ഒന്നുമില്ല, ഒരു കൊളസ്ട്രോളോ ഷുഗറോ ഫാറ്റ് ഒന്നുമില്ല. ഓക്കെ, നല്ല പ്യൂർ പ്രോട്ടീൻ ഐറ്റമാണ്. ഫാറ്റ് ഉണ്ടെങ്കിൽ തന്നെ 1% 2% കാണുള്ളൂ. അതുകൊണ്ടൊരു ദോഷം ഉണ്ടാവാനും പോകുന്നില്ല. അതുതന്നെ ഇത് നമ്മൾ ഹാർട്ട് നല്ല ഹെൽത്തിയാണ്. പിന്നെ നമ്മൾക്ക് നല്ലൊരു ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് വേണം ഇത് ഉപയോഗിക്കാം. പ്രോട്ടീൻ സോഴ്സിന് മാത്രമല്ല, ഫുൾ എനർജി നമ്മൾ കിട്ടും. നമ്മൾ കുറച്ചൊന്ന് ഓണാവും. നമ്മൾ ഓഫായിട്ട് നടന്ന ആൾ ഇത് കഴിക്കുമ്പോൾ ഓണാവും. മനസ്സിലായ? പിന്നെ ഇതിൽ കാൽസ്യം ഉണ്ട്, കാൽസ്യം, അയഡിൻ, ഇതൊക്കെ കുറേ ഗുണങ്ങളടങ്ങിയ സാധനമാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് വായിച്ചു വെക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് ഞാൻ അല്ലാതെ പഠിച്ച കാര്യങ്ങളാണ്. ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്യാറുണ്ട്. റിസർച്ച് ചെയ്താണ് എനിക്ക് ഭയങ്കര അറിവുകളുണ്ട്. ആ അറിവ് നിങ്ങൾക്ക് ഞാൻ പകർന്നു തരുന്നു. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ച് നിങ്ങളിത് എൻ്റെ ഈ വീഡിയോ കാണണം. മനസ്സിലായ? ഞാൻ പുതിയ ടീഷർട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കണ്ട, ഇതൊക്കെ ഇട്ടിട്ട് ഷോ കാണിക്കാൻ വയ്യാണ്. കൊള്ളാമെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, മുമ്പൊക്കെ ഞാൻ മറ്റേ ബംഗാളികളെ പോലെ ടൈറ്റ് ഷർട്ടൊക്കെ ഇട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ടീഷർട്ട് കാണിച്ച് മസിലൊക്കെ കാണിച്ച്. പിന്നെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ ഞാൻ കാണിച്ചു തുടങ്ങി. ഇപ്പം എനിക്ക് ബോഡി കാണിക്കാൻ അത്ര ഇഷ്ടമല്ല. ഭയങ്കര ബോഡി ആയതുകൊണ്ട് കാണിക്കാനൊക്കെ എനിക്ക് അങ്ങനെ ആരും കാണണ്ട. മനസ്സിലായ? പക്ഷെ എൻ്റെ പുതിയ വെയിൻസൊക്കെ ഡെവലപ്പ് ആയിട്ടുണ്ട്. അവരൊക്കെ വലിയ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് പേർക്ക് അകത്തായിരുന്നു, ഇപ്പോൾ എല്ലാവരും വെളിയിൽ വന്ന് പോകുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ സ്റ്റെറോയിഡ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരാണ്. എനിക്ക് വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഡെയിലി നിങ്ങൾ കഴിക്കാൻ തുടങ്ങും. ഒരു എന്താ പറയുക, ഇതിപ്പോൾ 700 ഗ്രാമിൻ്റെ ആണ്. നിങ്ങളൊരു ഡെയിലി ഒരു 4 സ്കൂപ്പ് ഇതേപോലെ സ്പൂൺ എടുത്തിട്ട് 4 സ്പൂൺ കഴിച്ചാൽ മതി. അതിൻ്റെ ആവശ്യമില്ല. ഇത് ഒരുപാട് കഴിക്കണമെന്നില്ല. മനസ്സിലായി? അപ്പോൾ അതിൻ്റെ വേണമെങ്കിൽ ഇതിപ്പോൾ നമ്മളൊരു സ്മൂത്തി കഴിക്കുമ്പോൾ അതിൽ കൂടെ ഇട്ട് വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ പ്ലെയിൻ ആയതുകൊണ്ട് വേറെ ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. മനസ്സിലായി? ഇതെടുത്ത് കഴിച്ചെടുക്കണം. അത് ചെയ്തതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ അറിവ് നിങ്ങളിലോട്ട് ഞാൻ പകരാം എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.